സാന്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു 2.1 സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ആ സ്ഥിരം ചെയ്യുന്ന ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നോബുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് നോബാണ് നമ്മൾ ഈ ഒരു തവണ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാസ് ട്രബിൾ അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് ബ്രെയിൻസ് ഓഡിയോസിന്റെ ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. സബ്വൂഫർ വന്നിട്ട് നമുക്കിപ്പോൾ ഒരു 250 വാട്ട്സ് RMS ഇതിൽ കിട്ടും. IRF 240 9240 ബോർഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ചാനലിനായിട്ട് 52001943 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വയറിംഗ് ഒക്കെ എത്രയും നീറ്റായിട്ട് ചെയ്യുക അത്രയും നീറ്റായിട്ട് തന്നെ വയറിങ്ങുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പവർ സപ്ലൈ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു 10 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 25025ൻ്റെ 10 ആംപിയർ ടാപ്പിങ്ങും പിന്നെ 12012ൻ്റെ ഒരു 3 ടാപ്പിംഗ് ഉണ്ട്. അത് സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ടാപ്പിംഗ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സബ് വൂഫറിന് വേണ്ടിയാണ് നമ്മൾ 10,000 MFൻ്റെ 2 കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പവർ സപ്ലൈ സ്റ്റേജ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു മെറ്റൽ ഡയോഡ് ബ്രിഡ്ജ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സ്റ്റേജ് നമ്മൾ പവർ സപ്ലൈ സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന IRF 240 9240 ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മോസ്ഫെറ്റ് ബോർഡാണ്, വിത്ത് ഫിൽറ്ററോട് കൂടിയ ബോർഡാണ്, നല്ല ഓഡിയോ ക്വാളിറ്റി തരുന്ന ബോർഡാണ്. പിന്നെ നമ്മളിവിടെ സ്റ്റീരിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 52001943 ബോർഡാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ടോൺ ബോർഡ് ഇതിൽ വരുന്നുണ്ട്. 2-വേ ടോൺ കൺട്രോൾ ബോർഡാണ് ഇതിൽ വരുന്നത്. ഇതിൽ തന്നെ വിത്ത് പവർ സപ്ലൈ ഉള്ളതാണ്. കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ്, ഒറിജിനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോ ചാനലും 100 വാട്ട്സ് വെച്ച് 100+100 ആയിട്ടാണ് കിട്ടുന്നത്. സബ് വൂഫർ ഒരു 250 വാട്ട്സ് വരെ നമുക്ക് RMS കിട്ടും. ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ തന്നെ നമ്മുടെ ടോൺ ബോർഡിലേക്കുള്ള പവർ സപ്ലൈ, അതേപോലെ തന്നെ നമ്മുടെ USB മോഡ്യൂളിനുള്ള പവർ സപ്ലൈ, ഇതൊക്കെ ഇതിലേക്ക് തന്നെ പോകുന്നുണ്ട്. സോൾഡറിങ് ഒക്കെ വളരെ കുറവാണ്. എല്ലാം പ്ലഗ് ചെയ്ത് RMC കണക്ടർ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഹീറ്റ് സിങ്ക് നോക്കുകയാണെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ സബിൻ്റെ ബോർഡിനാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്കിലായിട്ട് നമ്മൾ 2 കൂളിംഗ് ഫാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ചിൻ്റെ 2 കൂളിംഗ് ഫാൻ, ഒന്ന് സ്റ്റീരിയോയ്ക്ക് വേണ്ടിയും ഒന്ന് സബിന് വേണ്ടിയും നമ്മൾ 2 കൂളിംഗ് ഫാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ ട്രിക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രൊട്ടക്ഷനാണ്. സബിന് വേണ്ടി വലിയ റിലേയും 2 ചാനലിന് വേണ്ടി ചെറിയ 2 റിലേയുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 2.1ൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രെയിൻസ് ഓഡിയോസിൻ്റെ USB മോഡ്യൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രെയിൻസ് ഓഡിയോസിൻ്റെ USB മോഡ്യൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ. ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ മാക്സിമം എല്ലാ വയറിങ്ങും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, മാക്സിമം എല്ലാ വയറിങ്ങുകളും തന്നെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻ വരുന്നതെല്ലാം നമ്മൾ ഷീൽഡ് വയർ, നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷീൽഡ് വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാം അത് അങ്ങനെ നമ്മൾ ഓക്സിലേക്ക് വരുന്നതും എല്ലാം ഷീൽഡ് വയറിലാണ്. അതുകൊണ്ട് തന്നെ സീറോ നോയ്സ് ആണ്. നോയ്സ് വളരെ കുറവാണ്. സീറോ നോയ്സ് എന്ന് തന്നെ പറയാം. നോയ്സ് ഒരു 1% പോലും നോയ്സില്ല. നല്ല ക്ലാരിറ്റിയാണ് ഈ ഒരു സിസ്റ്റത്തിന് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ഫ്യൂസ് ഉണ്ട്. നമ്മൾ 3 ആംപിയറിൻ്റെ ഫ്യൂസ് ഉണ്ട്. പിന്നെ AC കോഡ്, നല്ല കോപ്പറിൻ്റെ വയറാണ് നമ്മൾ AC കോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്പീക്കർ കണക്ഷനുകളെല്ലാം, സ്പീക്കറിൻ്റെ സോക്കറ്റുകളെല്ലാം തന്നെ നമ്മൾ ബനാന സോക്കറ്റ് ഇട്ടാണ്, നല്ല ക്വാളിറ്റിയുള്ള ബനാന സോക്കറ്റ് ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് റൈറ്റും ഫ്രണ്ട് ലെഫ്റ്റും സബ് വൂഫറും അങ്ങനെയാണ് ഇതിൻ്റെ ബാഗിൽ നമ്മൾ ബനാന സോക്കറ്റ് ഇട്ട് സ്പീക്കർ സെക്ഷൻ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാഗിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഒരു RC 6RC പിന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ TV ഇൻപുട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്സ് ലെഫ്റ്റും റൈറ്റുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഡെമോ വെറുതെ ഇട്ടിട്ടേ ഉള്ളൂ, ഡെമ്മി ആയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. FMൻ്റെ ആൻറ്റിന നമ്മളിവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ബാക്കിലെ വ്യൂ. ഇതൊക്കെയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണാം. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് വരും. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലോസി ഫിനിഷും വരും. ഇവിടെ നടുക്കായിട്ടാണ് ഡിസ്പ്ലേ വരുന്നത്. ബ്രെയിൻസ് ഓഡിയോസിൻ്റെ മോഡ്യൂളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് മാനുവലായിട്ട് തന്നെ ഇതിൻ്റെ സ്വിച്ചസൊക്കെ നമ്മൾ മാനുവലായിട്ട് തന്നെ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB പോർട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് ബാസ് ട്രബിൾ. ഇതെല്ലാം മെറ്റൽ നോബാണ്, ഇമ്പോർട്ടൻ്റ് നോബാണ്. ഇവിടെ നമുക്ക് ഒരു സബിൻ്റെ വോളിയം കൺട്രോളർ വരുന്നുണ്ട്. ഇവിടെയായിട്ട് മാസ്റ്റർ വോളിയം കൺട്രോളർ വരുന്നുണ്ട്.
പിന്നെ നമ്മൾ ബോട്ടം ബുഷൊക്കെ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ ബോട്ടം ബുഷാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഷീറ്റ് നമ്മൾ ഫ്രണ്ട് ഡയൽ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അലൻ കീ ഉപയോഗിച്ചിട്ടാണ്. നമ്മളുടെ മിക്കവാറും എല്ലാ സിസ്റ്റത്തിനകത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിസ്റ്റം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ആലപ്പുഴയിലുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയാണ്. നമ്മുടെ സബ്സ്ക്രൈബറാണ് ആൾ. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കേജിൻ്റെ കൂടെ ഒരു 2.1 ഫുൾ പാക്കേജ് ആണല്ലോ. അപ്പോൾ ഈ പാക്കേജിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ ആക്സറീസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് സബിനും 2 ചാനലിനും വേണ്ടിയുള്ള സ്പീക്കർ കണക്ടറുകൾ, അതായത് നമ്മൾ ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബനാനയുടെ മെയിൽ പിന്ന് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് തന്നെ അവർക്ക് അതായത് പ്ലഗ് ചെയ്താൽ മാത്രം മതി, ഈസി കണക്ഷനാണ് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ അതെല്ലാം വയറുകളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ആൻറ്റിന, FM-ൻ്റെ ആൻറ്റിന നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു നല്ല ഗോൾഡ് പ്ലേറ്റിങ്ങിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു AV കോഡും നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഇതേപോലുള്ള സിസ്റ്റംസ് നിങ്ങൾക്ക് അസംബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഫോൺ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈം ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.